ഇന്ത്യ എന്നൊരു പേര് രൂപീകരിച്ചതുപോലെ വളരെ സിംബോളിക്കലായി, വളരെ പ്രതീകാത്മകമായി പ്രതിപക്ഷത്തിന് ഒരായുധം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതാണ് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു വിളിക്കുന്ന, രാഹുൽ ഗാന്ധി ആവർത്തിച്ചു വിളിക്കുന്ന ജയ് ഭീം എന്ന മുദ്രാവാക്യം. ജയ് ശ്രീറാം എന്നൊരു മുദ്രാവാക്യത്തെ ജയ് ഭീം എന്ന മുദ്രാവാക്യം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും എന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും കരുതുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക്. കാര്യം നാട്ടിലിനി ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ, മറുഭാഗത്ത് ജയ് ഭീം എന്ന് വിളിക്കുമ്പോൾ, എങ്ങനെയാണോ SC ST OBC വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ജയ് ശ്രീറാമിൻ്റെ കീഴിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിച്ചത്, ആ നീക്കത്തിനുള്ള ഒരു ഫലപ്രദമായ ആൻറ്റിഡോട്ടാണ് ജയ് ഭീം എന്നുള്ള മുദ്രാവാക്യമെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ജയ് ഭീമും നീല ഷർട്ടും അഥവാ നീല നിറത്തിലും ഇന്നിപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പ്രതീകാത്മകമായി BJPയുടെ രാഷ്ട്രീയ ആശയത്തെ നേരിടാൻ ഒരായുധം കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഒന്ന്, BJPയുടെ കാവിയെ പ്രതിരോധിക്കാൻ നീല നിറം കിട്ടുന്നു. ഇതേവരെ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്തുന്ന ഒരു നിറമുണ്ടായിരുന്നില്ല. വൈവിധ്യം അതിൻ്റെ കരുത്താണ് എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്താനുള്ളൊരു നീല നിറം കിട്ടുകയാണ്.